എല്ലാവർക്കും നമസ്കാരം. HSA ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ള കടമ്പ HSST ഇംഗ്ലീഷ് പരീക്ഷയാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എങ്കിലും ഏർലി ബേർഡ് ക്യാച്ചസ് ദ ഫ്ലൈ എന്ന് പറയുന്നത് പോലെ നമ്മൾ എൻട്രിയിൽ നോർമൽ ബാച്ചും അതുപോലെ തന്നെ ഗോൾഡ് ബാച്ചും ആരംഭിച്ചു കഴിഞ്ഞു. അതേ ടീം തന്നെയാണ് HSA ഇംഗ്ലീഷ് ലീഡ് ചെയ്ത് വിജയിപ്പിച്ച അതേ ടീം തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. പുതിയ ഒരുപാട് ടീച്ചേഴ്സിനെയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്, എന്നോടൊപ്പം ശ്വേതാ മിസ് ഉണ്ട്. ശ്വേതാ മിസ് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബിൽ വരുന്നത് എങ്കിലും ശ്വേതാ മിസ് 4 വർഷമായിട്ട് എൻട്രിയിലെ അധ്യാപികയാണ്. SSC ബാങ്കിങ് ടീച്ചിങ് മേഖലയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപികയാണ്. പ്രസന്റ്ലി ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് കോളേജുകളിൽ പഠിപ്പിച്ച പരിചയമുണ്ട്. മിസ്സായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത്. മിസ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ HST ഇംഗ്ലീഷ് പരീക്ഷയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ സംശയങ്ങളെല്ലാം വളരെ കുറച്ച് സമയം കൊണ്ട് ദൂരീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്. പിന്നെ കോഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക, ഈ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ നേരെ ശ്വേതാ മിസ്സിലേക്ക് പോകുന്നു. മിസ്സേ, നമ്മൾ HSA പരീക്ഷ കഴിഞ്ഞു. HSA എന്ന് പറയുന്നത് ഒരു ചെറിയ പരീക്ഷയാണ് നമ്മൾ HSST ആയിട്ട് കമ്പയർ ചെയ്യുമ്പം. അപ്പം ഉദ്യോഗാർത്ഥികൾക്ക് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, HSA HSST പരീക്ഷകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ടീച്ചർ? 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് സിലബസ് തന്നെയാണ്. സിലബസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ HSAയുടെ പോലെയല്ല. HSA അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് 5 മടങ്ങ് ഓളം സിലബസ് ആണ് നമുക്ക് HSSTയിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ഒത്തിരി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തേത് വരുന്നത് ചേഞ്ചസ് ക്വാളിഫിക്കേഷൻസിൽ തന്നെയാണ്. അപ്പം HSSTക്ക് അപേക്ഷിക്കുന്ന ഒരു എക്സാമിന് അപേക്ഷിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നിർബന്ധമായിട്ടും PG മാസ്റ്റേഴ്സ്, ഏത് ഇംഗ്ലീഷിലാണെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ അബവ് 50% ഓഫ് മാർക്സും വേണം. അതേപോലെ തന്നെ BEd സെറ്റാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു എക്സെംഷൻ വരുന്നത് MEd ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് BEd എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അധിക ക്വാളിഫിക്കേഷൻസ്, നെറ്റ്, MPhil, PhD പോലെയുള്ള അധിക ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവരെയും ഈ സെറ്റ് അക്വയർ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. MEd ഉള്ളവർക്ക് സെറ്റും വേണ്ട, BEdും വേണ്ട, അങ്ങനെയല്ലേ? ഓക്കെ. സോ ഇതാണ് ക്വാളിഫിക്കേഷനുള്ള വ്യത്യാസം. പിന്നീട് സാലറിയിൽ വ്യത്യാസമുണ്ട്. വലിയ സാലറിയാണ്, ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതെ, ഏകദേശം 1 ലക്ഷത്തോളം രൂപ നമുക്ക് സാലറി ലെവലിൽ വരുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതെ, അധ്യാപക ജോലിയിൽ തന്നെ ഏറ്റവും ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ജോലിയാണ് ഇതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പൊ ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആണ്. 5 HSAയുടെ സിലബസ് നമ്മൾ പഠിക്കേണ്ടി വരും. അതായത് ഒരു വാസ്റ്റ് സിലബസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് HSA അപേക്ഷിച്ച്. രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻ. ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്, ഇത്രയും നേരത്തെ കോഴ്സ് തുടങ്ങേണ്ടതുണ്ടോ? ഞങ്ങൾ HSA കോഴ്സുമായിട്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ മുമ്പ് വന്നപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും പരീക്ഷ പെട്ടെന്ന് വന്നു, പഠിച്ചു തീരാത്തത്ര കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ എന്ന് വരും, ഇത്രയും നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ? അതാണ് ഉദ്യോഗാർത്ഥികളുടെ രണ്ടാമത്തെ സംശയം. എന്ത് പറയുന്നു? ഈ വർഷം തന്നെ ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്കിപ്പം സെപ്റ്റംബർ, ഏകദേശം 10 മാസത്തോളം മാത്രമാണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസത്തിനുള്ളിൽ നമുക്ക് പരീക്ഷ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം പഠിച്ചു തുടങ്ങിയാലേ ഈ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഒരിക്കലും അവസാനത്തെ 2 മാസം പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സമ്മറീസ് വായിച്ചതുകൊണ്ടോ ഒന്നും നമുക്കിത് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ചിട്ടയോടുകൂടിയ പഠനം വേണം. അപ്പോൾ അതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതാണ് ശരിയായിട്ടുള്ള സമയം. ഇപ്പം നമ്മൾ തുടങ്ങിയാലേ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ തുടക്കക്കാരോട്, അതായത് ആദ്യമായിട്ട് HSST എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, HSA ഒക്കെ പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുന്നവരുണ്ട്, ആദ്യമായിട്ട് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി വിത്ത് ഫോക്കസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എത്ര തവണ നമ്മൾ HSST എഴുതി എന്നുള്ളതിലല്ല, എത്രമാത്രം സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. കൺസിസ്റ്റൻസി ഇസ് ദ കീ. കൃത്യമായിട്ടുള്ള പഠനം, അതും റെഗുലർ ആയിട്ട് എക്സാമിന് തലേദിവസം വരെയുമുള്ള പഠനം, അതാണ് നമ്മളെ സഹായിക്കാനായിട്ട് പോകുന്നത്. പഠനത്തിനോടൊപ്പം തന്നെ റിവിഷൻ. HSA പോലെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ എന്നതിന് പകരം നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ റിവൈസ് ചെയ്ത് പോകുന്ന രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനായിട്ടുള്ളത്. ഓക്കെ മാഡം,
വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം, ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ് ഈ സിലബസിനെ കുറിച്ചുള്ള ഒരു ആശങ്ക. അപ്പം സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെ ടോപ്പിക്കാണ് ഈ HSAയിൽ നിന്നും പുതുതായിട്ട് പഠിക്കാനുള്ളത്, അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് 10ഓളം മൊഡ്യൂൾസ് ഡീറ്റെയിൽഡ് ആൻഡ് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി എന്നുള്ള രീതിക്ക് HSSTയിൽ കവർ ചെയ്യാനായിട്ടുണ്ട്. അതിനുശേഷം വരുന്ന 4 മൊഡ്യൂൾസ്, അതായത് നമുക്ക് മൊത്തത്തിൽ ടോട്ടൽ വി ഹാവ് 14 മൊഡ്യൂൾസ്, 14 മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പം അതിൽ അവസാനത്തെ 4 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് കൾച്ചറൽ സ്റ്റഡീസ്, ലിംഗ്വിസ്റ്റിക്സ് പോലെയുള്ള ടോപ്പിക്സ് ആണ് അവിടെ വരുന്നത്. അപ്പം അതിൽ ELT, ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ കൾച്ചറൽ സ്റ്റഡീസ് ഒക്കെ വരുമ്പം നമുക്ക് HSAക്ക് അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പുതിയതായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. HSAക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ടോപ്പിക്സിനാണ്. അതുപോലെ നമ്മൾ HSAയിൽ നോക്കുന്ന സമയത്ത് ഗ്രാമർ ഒക്കെ ഒരു മൊഡ്യൂളായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതെ, അതിവിടെ നമുക്കില്ല എന്നുള്ളത് കുറച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉള്ള കാര്യമായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പേപ്പറിനെ കുറിച്ച് പറഞ്ഞാൽ HSAയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് പഠിച്ചത്. ജനറൽ പേപ്പറാണ് റാങ്ക് നിർണ്ണയിക്കുന്നത് എന്നുവരെ എല്ലാവരും പറഞ്ഞു. നമ്മൾ മാത്രമല്ല, എല്ലാവരും ആ ഒരു വിശ്വാസത്തോടെ പഠിച്ചത്. പക്ഷെ ഒരുപാട് നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ക്വസ്റ്റ്യൻ പോയി. നമ്മൾ പഠിപ്പിച്ച പല കാര്യങ്ങളും ചോദിച്ചില്ല. എല്ലാവർക്കും സംബന്ധിച്ച കാര്യമാണ്. കറണ്ട് അഫയേഴ്സിനൊന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു. അപ്പം ഇവിടെ ജനറൽ ടോപ്പിക് ഒരു വ്യക്തമായ സിലബസ് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത്? ഇത്തവണ നമുക്ക് ജനറൽ പേപ്പർ എടുക്കുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അതിപ്പം റിനൈസൻസിന്റെ കേസിലാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ആളുകളെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടോപ്പിക്സ് കവർ ചെയ്ത് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോഴ്സ് സബ്ജക്ട്സിന് നമ്മൾ എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണ് ജനറൽ പേപ്പറും. അധികം ചാലഞ്ചിങ് ആവില്ല ഇത്, കാരണം സ്പെസിഫിസിറ്റി ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് എടുത്തു തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടാതെ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാർക്ക് കിട്ടുന്ന രീതിക്ക് പഠിക്കാവുന്നതാണ്. അതെ. പിന്നീടുള്ളൊരു സംശയം, എല്ലാവരുടെയും ആശങ്ക, ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് LP UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. കേരള PSCയുടെ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അവരൊക്കെയാണ് ഈ HST പരീക്ഷയും അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് പരീക്ഷയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്? ആ ആശങ്ക വരാൻ കാരണം നിയമന നില അതൊരു വലിയ വിഷയമാണ്. അപ്പം അതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്ന, നിയമനം നടക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? ആ ഒരു ആശങ്ക ഇത്തവണത്തെ ആ ഒരു ലിസ്റ്റ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് മാറും എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം നിലനിൽക്കുന്ന ലിസ്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള ലിസ്റ്റും അതിന് മുന്നേ ഉള്ള ലിസ്റ്റിൽ നിന്നും ഒരുപാട് അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. 2010 ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 800ഓളം അഡ്വൈസസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 2017 ലിസ്റ്റിൽ നിന്നും 100ഓളം അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ലിസ്റ്റിന്റെ അതിന്റെ ആ ഒരു കാലാവധി അവസാനിച്ചിട്ടില്ല. ഇനിയും നമ്മൾ അതിൽ നിന്ന് നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി വരാനായിട്ട് പോകുന്ന ആ ഒരു ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഒരു ബൾക്ക് റിട്ടയർമെന്റിന്റെ സമയമാണ്. ഏതാണ്ട് 1999-2000 ആ ഒരു കാലഘട്ടത്തിൽ ജോലിയിൽ പ്രവേശിച്ച ആളുകളുടെ റിട്ടയർമെന്റിന്റെ സമയമായിരിക്കും അത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നമുക്ക് കയറിപ്പറ്റാൻ സാധിച്ചാൽ ഏറ്റവും ആദ്യത്തെ പൊസിഷൻസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും എന്നതിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പം റൂമറുകളെ ഭയപ്പെടേണ്ട, നിയമന നില എങ്ങനെയാകുമെന്ന് വിചാരിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. HSA പരീക്ഷ തുടങ്ങിയ സമയത്തും ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് ആദ്യത്തെ വീഡിയോ ആയിട്ട് ചെന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ പറ്റിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞാണ് അവർ കമന്റ് ചെയ്തത്. പക്ഷേ രസകരമായ കാര്യം, 15,000-ഓളം പേരാണ് പരീക്ഷ എഴുതിയത്. എൻട്രിയിലൂടെ പഠിച്ചത് ഏകദേശം ഗോൾഡ് ബാച്ചിൽ മാത്രം 1500ഓളം പേര് പഠിച്ചു. ജനറൽ ബാച്ചിലെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും പറയുകയും ചെയ്യും, എല്ലാവരും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റൂമറുകളുടെ പുറകെ പോകണ്ട. എൻട്രിയിൽ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ കാണും. നയിക്കുന്നത് ഞാൻ തന്നെയാണ്. HSA ലീഡ് ചെയ്ത അതേ ടീമാണ്. കുറച്ച് ടീച്ചേഴ്സിനെ നമ്മൾ
ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ടീച്ചേഴ്സിന് ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട്, വേറെ വർക്കുകളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ടീച്ചറാണ് ശ്വേത മിസ്, ഒരു അഭിജിത്ത് സാർ വരുന്നുണ്ട്, ഹക്കീം സാർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ പഴയ ടീമിലുള്ള റിയ സാറുണ്ട്, അദീത മിസ് ഉണ്ട്, ശ്രീലക്ഷ്മി മിസ് ഉണ്ട്. നിങ്ങൾക്കറിയാം അദീത മിസ്, ശ്രീലക്ഷ്മി മിസ്, റിയ സാർ ഇവരുടെ ക്ലാസ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഇനി ഇവരുടെ ക്ലാസ് ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ക്ലാസ്സുകളാണ് നൽകാൻ പോകുന്നത്. HSA കോഴ്സിൽ നമ്മൾ എന്തൊക്കെ നൽകിയോ, ഗോൾഡ് ബാച്ചിൽ നമ്മൾ എന്തൊക്കെയാണോ നൽകിയത് അതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ 100% ഉറപ്പ് തരാം, ഉദ്യോഗാർത്ഥികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഇത്. കാരണം ആ ടീച്ചേഴ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഈ കോഴ്സിനെ പൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതാണ് എനിക്ക് തരാനുള്ള ഉറപ്പ്. എന്താണ് ടീച്ചറിന് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്? അത് തന്നെയാണ് പറയാനുള്ളത്. ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ അതിനുവേണ്ടി പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ 100% റിസൾട്ട് ഉറപ്പിക്കാവുന്ന ക്ലാസ്സസ് ആയിരിക്കും എൻട്രിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഞങ്ങൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, കാരണം ഒരുപാട് ഡിസ്കഷൻ ആയാലും ബോറാവും. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി വഴിയെ സിലബസ്, വ്യക്തമായിട്ടുള്ള സിലബസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അത് ഒരു ഡിസ്കഷൻ വീഡിയോ അത് നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് സംശയമുള്ള, നിങ്ങൾക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏജ്, അതായത് എത്ര പ്രായത്തിലുള്ളവർക്ക് അപേക്ഷിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ അപ്പം നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഇതൊരു തുടക്കമാവട്ടെ. ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ് ബട്ട് എ ബിഗിനിങ്. ഇതൊരു തുടക്കം മാത്രമാണ്. നമുക്ക് ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്നാണ്. അതായത് കേട്ടത് മധുരം, കേൾക്കാത്ത അതിമധുരം. ബാക്കി നമുക്ക് പ്രവൃത്തിയിൽ കാണിക്കാം. കോഴ്സിലേക്ക് വരാം. പ്രത്യേകിച്ച് HSA ഇംഗ്ലീഷ് കോഴ്സിൽ ഗോൾഡ് ബാച്ചിൽ വന്നവർ, നോർമൽ ബാച്ചിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും, വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് പാടില്ല. നമ്മളിലേക്ക് വരിക, ഏറ്റവും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകും. അത് എൻ്റെ ഉറപ്പാണ്. എൻ്റെ ടീം, ഞങ്ങൾ സജ്ജരാണ്. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇനിയും വരവുണ്ട്. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.